ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ മഹാനരുടെ അൽ മുനബ്ബിഹാത്ത് എന്ന ഉപദേശ ഗ്രന്ഥമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സുലാഹി എന്ന വിഭാഗമാണ് ഇപ്പോൾ ഉള്ളത്. സുലാഹി എന്ന് പറഞ്ഞാൽ 3 കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപദേശങ്ങൾ. അള്ളാഹുവിൻ്റെ പ്രവാചകരായ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം നമ്മെ പഠിപ്പിച്ചു. അതാണ് അടുത്തത്. ഊഹിയ ഫി സബൂരി ഹക്കുൻ അലൽ ആഖിലി അല്ലാ യസ്തഗില ബിസലാസിൻ. സബൂർ ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയ ഗ്രന്ഥമാണല്ലോ സബൂർ. അതിൽ വഹിയറിയിക്കപ്പെട്ടിട്ടുണ്ട്. ആ കിതാബിൽ അവിടെ നിർദ്ദേശം വന്നിട്ടുണ്ട്. ആ കിതാബിലൂടെ എന്ത്? ഒരു ബുദ്ധിമാന് ബാധ്യതയാണ് 3 കാര്യങ്ങളിലല്ലാതെ അവൻ നിരതനാവാൻ പാടില്ല. ഒരു ബുദ്ധിമാൻ്റെ ഹക്കാണ്, അവൻ്റെ ഒരു കടമയാണ്. 3 കാര്യങ്ങൾ കൊണ്ട് അവൻ ജോലിയാകാവൂ, 3 കാര്യങ്ങളിലേ ഏർപ്പെടാവൂ. തസവ്വുദിൻ ലി മആദിൻ, ഒന്ന് മടങ്ങുന്ന ഒരു ലോകമുണ്ട്. ഇവിടെ നിന്ന് മടങ്ങിച്ചെല്ലേണ്ട ഒരു ലോകം അഥവാ പരലോകം. ആ പരലോകത്തിന് വേണ്ടി സമ്പാദിക്കുക. സാദ് എന്ന് പറഞ്ഞാൽ യാത്രാഭക്ഷണം എന്നാണ്. യാത്രാഭക്ഷണം ഒരുക്കുക. ഒരു യാത്ര പോകുന്ന ഒരാൾ ആ യാത്രയിൽ ഭക്ഷണം ലഭിക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ആലോചിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യും. അതുപോലെ പരലോകം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ അവിടേക്ക് ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കണം ഇവിടെ. മറ്റൊന്ന് വാ മഊനത്തുൻ ലി മആശിൻ, ജീവിതത്തിന് വേണ്ടി ഉള്ള ചെലവ്. ഇവിടെ ഒന്ന് ജീവിക്കണമല്ലോ ഈ ദുനിയാവിൽ, അതിനു വേണ്ടി ചെലവ് കണ്ടെത്തണം. അതിൽ ജോലിയാകൽ എന്നുള്ളത്, അതിനു വേണ്ടി ഏർപ്പെടൽ എന്നുള്ളത് ഒരു 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 ബുദ്ധിമാൻ്റെ ഹക്കാണ്. പരലോകത്തേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം. ഇവിടെ ജീവിക്കാൻ വേണ്ടിയുള്ള ചെലവ്, അതിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെടണം. ഒത്തൊലബി ലദ്ദത്തിൻ ബി ഹലാലിൻ, ഹലാല് കൊണ്ട് രസിക്കൽ എന്നത് അതും ഇവൻ ചെയ്യണം. അതായത് സ്വാഭാവികമായിട്ടും രസിക്കൽ ഉണ്ടാകും മനുഷ്യന്, രസമനുഭവിക്കൽ. അത് പല രീതിയിലുണ്ട്. അത് ഏത് രീതിയിലുള്ള രസിക്കലാണെങ്കിലും അവിടെ ഹലാല് കൊണ്ടുള്ള രസിക്കലായിരിക്കണം ഉണ്ടാകേണ്ടത്. അതല്ലാതെ ഹറാമ് കൊണ്ട് രസിക്കൽ എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. ഹലാല് കൊണ്ട് രസിക്കൽ എന്നതിൽ നിരതനാവണം, അതിലവൻ ഏർപ്പെടണം. അതൊരു ബുദ്ധിമാൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അവിടെ 3 കാര്യങ്ങളാണ് ഈ ഉപദേശത്തിൽ മഹാനായ ദാവൂദ് അലൈഹിസ്സലാം പഠിപ്പിച്ചത്. ഇത് സബൂറിലൂടെ വന്ന നിർദ്ദേശമാണ് എന്നാണ്. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സലാസുൻ മുൻജിയാത്തുൻ വസലാസുൻ മുഹ്ലിക്കാത്തുൻ വസലാസുൻ ദറജാത്തുൻ വസലാസുൻ കഫാറാത്തുൻ. 3 കാര്യങ്ങൾ മനുഷ്യനെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങളുണ്ട്. വേറെ ഒരു 3 കാര്യങ്ങളുണ്ട്, അത് മനുഷ്യനെ നശിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. വേറെ ഒരു 3 കാര്യങ്ങളുണ്ട്, അതൊക്കെ അവന് ദറജകളാണ്, ഉന്നതമായ പദവികൾ ലഭിക്കുന്ന കാര്യങ്ങളാണ്. വേറെ 3 കാര്യങ്ങളുണ്ട്, അത് പ്രായശ്ചിത്തമായിട്ട് അവന് ലഭിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ 3 കാര്യങ്ങളുടെ ഒരു 4 ഐറ്റങ്ങൾ, മുൻജിയാത്തായ 3, മുഹ്ലിക്കാത്തായ 3, ദറജാത്തായ 3, കഫാറത്തുകളായ 3. അങ്ങനെ ആദ്യം അമ്മൽ മുൻജിയാത്തു, രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ. അതാണ് മുൻജിയാത്ത് എന്ന് പറഞ്ഞാൽ. അതെന്തൊക്കെയാണ് നമ്മെ രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ? ഫഖശിയത്തുല്ലാഹി തആല ഫിസ്സിർരി വൽ അലാനിയ,
രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിക്കലാണ്. രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹുവിനെ പേടിക്കലാണ്. ഒന്നിപ്പോൾ എല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ലല്ലോ. പരസ്യത്തിൽ വരുമ്പോൾ റബ്ബിനെ പേടിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, പക്ഷെ രഹസ്യം ആരും കാണുന്നില്ല. അവിടെയും അതിനവന് കഴിയണം. കാരണം അള്ളാഹുവിൻ്റെ മുന്നിൽ രഹസ്യവും പരസ്യവുമില്ല. അള്ളാഹുവിന് എല്ലാം അള്ളാഹുവിൻ്റെ മുന്നിൽ സമമാണ്. അള്ളാഹു എല്ലാം കാണുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. എല്ലാ ഘട്ടത്തിലും പടച്ചവനെ പേടിക്കണം. ഇത് നമ്മളെ രക്ഷപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്. വേറെ രണ്ടാമത്തെ മുൻജിയാത്തിൽ രണ്ടാമത്തെ കാര്യം വൽ ഖസ്ദു ഫിൽ ഫഖരി വൽ ഗിനാ. ദാരിദ്ര്യ ഘട്ടത്തിലും അതേപോലെ സാമ്പത്തിക ഘട്ടത്തിലും അപ്പോഴൊക്കെ മിതമായ ശൈലി വേണം. സാമ്പത്തികമായി വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണെങ്കിലും അല്ല, ഭയങ്കരമായ സമ്പത്തുള്ള ഘട്ടമാണെങ്കിലും അപ്പോഴൊക്കെ ഖസ്ദ് വേണം. ഖസ്ദ് ഇഖ്തിസാദ് എന്നും പറയും. ഒരു മിതമായ ശൈലിയിലൂടെ നീങ്ങാൻ കഴിയണം. പണമുണ്ട് എന്ന് വിചാരിച്ച് അമിതമായ ആർഭാടം, അതൊന്നും നല്ലതല്ല. വൽ അദ്ലു ഫി റിളാഇ വൽ ഗളബി. തൃപ്തിപരമായിട്ട് ഉള്ള ഇടപെടലിലും കോപിക്കുന്ന ഘട്ടത്തിലും അവിടെയൊക്കെ നീതി ചെയ്യാൻ കഴിയണം. മറ്റൊരാളോട് നമ്മൾ തൃപ്തിയോടെ ഇടപെടുകയാണ്, അല്ലെങ്കിൽ അയാളോട് കോപിക്കുകയാണ്. ഈ കോപിക്കുകയാണെങ്കിലും അല്ല തൃപ്തിയോടുകൂടെയാണെങ്കിലും അവിടെയൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് നീതി വേണം. നീതിയോടെ ഇടപെടാൻ കഴിയണം. എല്ലാറ്റിലും ഒരു നീതിയുണ്ട്. കോപിക്കുകയാണെങ്കിലും ഉണ്ടൊരു നീതി. അനീതി ഉണ്ടാകാൻ പാടില്ല. ഈ മൂന്ന് കാര്യങ്ങളാണ് മുൻജിയാത്ത് രക്ഷപ്പെടുത്തുന്ന കാര്യങ്ങൾ. അമ്മൽ മുഹ്ലിക്കാത്തു, നമ്മളെ ഹലാക്കാക്കി കളയുന്ന കാര്യങ്ങളുണ്ട്, നശിപ്പിച്ച് കളയുന്ന കാര്യങ്ങൾ നമ്മളെ. ഫശുഹുൻ ഷദീദുൻ, അതിശക്തമായ പിശുക്കാണ് ഒന്ന്. പിശുക്ക്, ചെയ്യേണ്ട കാര്യങ്ങളൊന്നും ചെയ്യില്ല, ഭയങ്കര പിശുക്കാണ്. ബുഖ്ല്, അത് നമ്മെ നശിപ്പിക്കുന്ന കാര്യമാണത്. വഹവൻ മുത്തബഉൻ, പിൻപറ്റപ്പെടുന്ന ഹവാ. അതൊക്കെ തന്നെയല്ലേ മനുഷ്യൻ്റെ ഏറ്റവും വലിയ നാശം. ഹവ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ ഇച്ഛ, അതിനോട് പിൻപറ്റുന്നു അവൻ. അതായത് ശരീരത്തിന് എന്ത് വേണമെന്നാണോ, എന്ത് കിട്ടണമെന്നാണോ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ പിന്നാലെ ഇവൻ നിൽക്കുന്നു. അപ്പം ഹവയോട് പിൻപറ്റൽ, ശരീര ഇച്ഛയോട് പിൻപറ്റലുണ്ടായാൽ അവന് നാശമായി പോയി. അതുതന്നെയല്ലേ തെറ്റ് ചെയ്യുമ്പോൾ നമ്മളിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം അത് തന്നെ, ഹവക്കടിമപ്പെടലാണ്. ഹവ, തടിയുടെ ഇച്ഛക്ക്, ശരീരത്തിൻ്റെ മോഹത്തിനടിമപ്പെടലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദഹിൻ്റെ ഖസീദയാകുന്ന ബുർദയിൽ വഖാലിഫിൻ നഫ്സ വശൈത്താന, സ്വന്തം ശരീരത്തോടും പിശാചിനോടും എതിര് ചെയ്യാൻ നിനക്ക് കഴിയണം എന്ന് ഉപദേശിച്ചത് ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു. ഹവയോട് പിൻപറ്റൽ എന്നുള്ളത് നമ്മെ നശിപ്പിച്ച് കളയും. വഇഅജാബുൽ മർഇ ബിനഫ്സിഹി, ഒരാൾ അവൻ്റെ സ്വന്തമായി അവന് പൊങ്ങച്ചം തോന്നുക, അവൻ്റെ സ്വന്തം നഫ്സിൻ്റെ കാര്യത്തിൽ അവൻ ഒരു നാട്യം, ഒരു പൊങ്ങച്ചമുണ്ടാവുക അവന്, അതും നാശമാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ വലിയൊരാളാണ്, നമ്മൾ ചെറിയ ആളല്ല, വലിയ സ്ഥാനമുള്ള ആളാണ് എന്നൊക്കെ നമുക്ക് തന്നെ ഇങ്ങനെ തോന്നുക. ഇഅജാബ്, അതൊക്കെ നമുക്ക് നാശമാണ്. ഇതൊരു ഹദീസാണ്. ആ ഹദീസിൽ ഇനിയും ദറജാത്ത് 3 കഫാറത്തുകൾ 3 അത് ഇനിയും പറയാനുണ്ട്. അള്ളാഹു നമ്മെ ഇഹപര വിജയം കൊണ്ട്